ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വളരെയധികം സന്തോഷത്തിലാണ്, ഭയങ്കര സന്തോഷം. കാരണം എൻ്റെ പ്രീവിയസ് വീഡിയോ, ജസ്റ്റ് മുന്നത്തെ വീഡിയോന് 3700-നെക്കാട്ടിലും വ്യൂസാണ്. എന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോ 1000 ക്രോസ് ചെയ്യുന്നത് തന്നെ, അല്ലെങ്കിൽ 500 ക്രോസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ നന്ദി. ഇങ്ങനെ ഒരു പോസിറ്റീവ് വീഡിയോനെ നിങ്ങൾ ഷെയർ ചെയ്ത് ഇത് കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തോന്നുന്നു ഒരു 100-നെക്കാട്ടിലും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതായത് 100 സബ്സ്ക്രൈബേഴ്സ് ആഡ് ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ കാരണം. അപ്പോൾ 3000 ക്രോസ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി, വളരെയധികം നന്ദി. അപ്പോൾ ഇങ്ങനത്തെ പോസിറ്റീവ് വീഡിയോസ് നിങ്ങളെല്ലാവരും സ്വീകരിച്ചതിനും മാക്സിമം ഷെയർ ചെയ്തതിനും, അപ്പോൾ അത് യൂട്യൂബിന് തന്നെ ഒരു ബൂസ്റ്റായി. എനിക്ക് തോന്നുന്നു മാക്സിമം ആൽഗോരിതത്തിലും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, മാക്സിമം ഫീഡിൽ വരാനായിട്ട്. അപ്പോൾ വളരെ വളരെ നന്ദി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ സന്തോഷത്തിനെ കുറിച്ചുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കണ്ടാൽ മാത്രം പോരാ, ഞാൻ വീണ്ടും പറയുകയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനെ എങ്ങനെ വേറൊരു ലെവലിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ എനിക്കറിയാത്ത ലോകത്തിൻ്റെ വേറെ ഒരു വിവിധ ആൾക്കാരിൽ നിന്നും തീരെയും പരിചയമില്ലാതെ ഓരോരുത്തർ നല്ല നല്ല കോമെൻറ്റ്സ്, ഭയങ്കര എൻകറേജ്മെൻറ്റ്, നല്ലൊരു പ്രചോദനമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ കോമെൻറ്റ് ചെയ്തവർക്കും എന്നെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചവർക്കും എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നി. 2-3 ദിവസമായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്, വീട്ടിലെല്ലാവരും പറയലും സ്റ്റേറ്റസ് ആയിട്ട് ഇടലും. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി കൂടുതൽ ഞാൻ നീട്ടുന്നില്ല. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സന്തോഷത്തിന് അല്ലെങ്കിൽ ഹാപ്പിനെസ്സിനെ കില്ല് ചെയ്യുന്ന ഒരു സാധനം എന്നാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ സമുദായത്തിൽ കുറേ പേര് ഇത് കാരണം ഭയങ്കര വിഷമത്തിലാണ്. അപ്പോൾ അത് എന്താണെന്നല്ലേ, അതായത് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്താണ് പറയുക. ഓക്കെ, സൊസൈറ്റൽ ജഡ്ജ്മെൻറ്റ്. മേ ബി ഇന്നത്തെ കാലത്ത് കുട്ടികൾ കുറച്ചും കൂടെ ബോൾഡാണ്, അവർ അതിനെക്കുറിച്ചൊന്നും ബോദർ ചെയ്യാറില്ല. പക്ഷേ ഒരു 30+ ഉള്ള ഏജ് ഗ്രൂപ്പിൽ വളരെ അധികം കണ്ടുവരുന്നതാണ്. ഓക്കെ, കുടുംബക്കാരെന്ത് പറയും, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ആൾക്കാർ എന്താണ് നമ്മളെക്കുറിച്ച് പറയുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഇമേജ് വേണം, അല്ലേ? നമ്മൾ നല്ലവരാണ് എന്ന് 4 ആൾക്കാർ നമ്മളെക്കുറിച്ച് പറയണം. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും പീപ്പിൾ പ്ലീസേഴ്സ് ആവരുത്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ വാലിഡേഷൻ നോക്കിയിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്നത് വളരെ മോശമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും, നമ്മൾ ഓരോരുത്തർക്കും ഓരോ അഭിരുചികൾ, ഇൻട്രസ്റ്റ്, ഓക്കെ, നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ മറ്റുള്ളവർ എന്താണ് അതിനെക്കുറിച്ച് കരുതുക എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞത്, അത് വളരെ ദുഃഖകരമായൊരു കാര്യം തന്നെയാണ്, അല്ലേ? ഇത് പല സാഹചര്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, കുട്ടികൾ മാതാപിതാക്കളെ പേടിച്ചിട്ട് അവർ പറയുന്ന കരിയർ ഓപ്ഷൻ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടെ, ചിലപ്പോൾ അവർക്ക് ആ സബ്ജക്റ്റ് വീക്കായിരിക്കും എങ്കിലും മാതാപിതാക്കളുടെ പ്രഷർ കാരണം കുട്ടികൾ അത് എടുത്തിട്ട് ലേറ്റർ ഓൺ, ഓക്കെ, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അത് കഴിഞ്ഞ് ജോലി കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടല്ല കരിയർ ചൂസ് ചെയ്യുന്നത്. അല്ല, ഇന്നത്തെ കാലത്താണെങ്കിൽ പണ്ടത്തെ പോലെയല്ല, കുറേ കരിയർ ഓപ്ഷൻസ് ഉണ്ട്, അല്ലേ? അപ്പോൾ മാതാപിതാക്കൾ കുട്ടികളെ പ്രഷറൈസ് ചെയ്യാതിരിക്കുക. മാതാപിതാക്കളും വിചാരിക്കും, എൻ്റെ മോൻ അല്ലെങ്കിൽ മോള് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ കരിയർ ചൂസ് ചെയ്താൽ സൊസൈറ്റി എന്ത് പറയും, ആൾക്കാരെന്ത് പറയും, അവന് ജോലി കിട്ടുമോ? ഓക്കെ, അങ്ങനെ പല പല സംശയങ്ങൾ കാരണം ഒരു കുട്ടിയുടെ കരിയർ അല്ലെങ്കിൽ ജീവിതം തന്നെ അത് ബാധിക്കപ്പെടുകയാണ്. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത്. വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെ കുറേ ഐഡിയാസ് വരുമായിരുന്നു. അത് ഞാൻ വേഗം വേഗം ഇംപ്ലിമെൻറ്റ് ചെയ്യുമായിരുന്നു. അതിനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു, ഓക്കെ, ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് നമ്മുടെ സുപ്പീരിയറിൻ്റെ മാനേജറിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ടീമിലുള്ള കുറേ പേർക്ക് അത് ഇഷ്ടമായിരുന്നില്ല. ഓക്കെ, ഞാൻ എന്തിനാണ് ഇങ്ങനെ പ്രൊആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? കാരണം ചില സമയത്ത് നമുക്കിങ്ങനെ ഐഡിയാസ് വരുമ്പോൾ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, അല്ലേ? അത് ഷെയർ ചെയ്ത് എങ്ങനെയെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള ഒരു ഇതിലാണ്.
പക്ഷേ ആദ്യമൊക്കെ എനിക്ക് വല്ലാതെ വിഷമം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ടീമിലുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ, അവരെന്നെ കുറിച്ച് ഗോസിപ്പ് ചെയ്യണം. ഓക്കെ, ഞാൻ കുറച്ച് എന്താ പറയുക ഓവർ സ്മാർട്ട്നെസ് കാണിച്ച് ജോലിയിൽ ഷൈൻ ചെയ്യാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ എന്താ പറയുക മാനേജറിൻ്റെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ റിവാർഡ്സ് അല്ലെങ്കിൽ റെക്കഗ്നിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോന്ന് ചെയ്തു കൂട്ടുകയാണെന്നാണ് പലരും എൻ്റെ ടീമിൽ ധരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല കാര്യം. എനിക്ക് അങ്ങനെ ഒരുപാട് വിസിബിലിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല ഞാൻ ആ സമയത്ത്. ഈവൺ ഇപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യമൊക്കെ എന്നെ വിഷമിച്ചിരുന്നു. അപ്പോൾ ഞാൻ മെല്ലെ ഒന്ന് വിഡ്രോ ചെയ്യാൻ തുടങ്ങി. ശരി, എന്തിനാണ് ഇപ്പോൾ ഞാൻ ഒരുപാടൊക്കെ ചെയ്യുന്നത്, ആർക്കും അതിൽ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ. പിന്നെ ഞാൻ ആലോചിച്ചു തുടങ്ങി, അല്ല ഐ മീൻ ഒരു ഓഫീസിൽ ഒരു ഓർഗനൈസേഷനിൽ ഗുണം ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഞാൻ എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്, മറ്റുള്ളവരെ പേടിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കോമൻസിനെ പേടിച്ചിട്ട്? അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എൻ്റെ മാനേജറിനെ അത് ഐഡൻറ്റിഫൈ ചെയ്തു. ഞാൻ എന്തോ കുറച്ച് വിഡ്രോ ചെയ്ത പോലെ സൈലൻ്റ് ആയപ്പോൾ എന്നോടൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നീടും മറ്റുള്ളവർ എന്താ പറയണമെന്ന് അധികം ബോദർ ചെയ്യാതെ ഞാൻ എൻ്റെ ജോലിയിൽ ആത്മാർത്ഥമായിട്ടും അത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ് അല്ലേ, നമ്മുടെ ജോലി ഭയങ്കര വാല്യൂ കൊടുത്തുകൊണ്ട് ചെയ്യുന്നത്. ഓക്കെ, ചില സമയത്ത് നമുക്ക് സാലറി കിട്ടും എന്ന സമയത്ത് ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. കുറേ കാലം ഒരേ ജോലിയിൽ ഇരുന്നിട്ട് ഇനിയിപ്പോൾ എനിക്ക് എന്താ ചെയ്യാൻ, അങ്ങനെയല്ല. ഞാൻ നിങ്ങളുടെ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ സജഷൻ തരാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഏത് ജോലി നിങ്ങൾ ചെയ്യുകയാണെങ്കിലും പൂർണ്ണ ആത്മാർത്ഥതയോടെ, ഓക്കെ, അതിൻ്റെ റിട്ടേൺസിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, റിട്ടേൺസ് എന്തായാലും വേണം അല്ല എന്നല്ല, പക്ഷേ ഈ ശമ്പളത്തിന് ഞാൻ ഇത്ര ജോലി ചെയ്യുള്ളൂ എന്ന് പറയാതെ നമ്മൾ പൂർണ്ണമായിട്ടും അതിൽ ഫോക്കസ്ഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അതൊരു എക്സാമ്പിൾ. വേറൊരു എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു സ്ഥിരമായ ഒരു ജോലി വിട്ടിട്ട് കോച്ചിങ്ങിലോട്ട് എൻ്റർ ചെയ്തു. ഓക്കെ, ട്രെയിനിങ് ആൻഡ് കോച്ചിങ്. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തു, എന്തിനാണ് ഇങ്ങനെ സ്ഥിരമായി ശമ്പളം കിട്ടുന്ന ഒരു ജോലി വിട്ടിട്ട് ഇങ്ങനെ ഒരു ഫീൽഡിൽ, പുതിയ ഫീൽഡല്ലേ, ഇനി ഇതിൽ പിടിച്ചു വരാൻ ടൈം എടുക്കില്ലേ? പക്ഷേ എൻ്റെ ഉള്ളിലത്തെ കോളിങ്, എനിക്ക് എല്ലാവരെയും സഹായിക്കണം, ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. എന്നെപ്പോലെ ഓവർ തിങ്കിങ് കാരണം അല്ലെങ്കിൽ ചെറിയ ഡിപ്രഷൻ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ്, ഒരു റേ ഓഫ് ഹോപ്പ് കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ മോട്ടീവ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ മറ്റുള്ളവരെ സൊസൈറ്റി എന്ത് പറയുന്നു എന്ന് ആലോചിക്കാതെ അല്ലെങ്കിൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ എൻ്റെ മനസ്സ്, എൻ്റെ ഇൻറ്റ്യൂഷൻ എന്താണ് എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നത് അതിലോട്ട് പോവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നിങ്ങളോട് എല്ലായിടത്തും എനിക്ക് തന്നെയാണ് പറയാനുള്ളത്, നമ്മൾ മറ്റുള്ളവർ എന്ത് ആലോചിക്കുന്ന അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മുടെ സന്തോഷത്തിനെ ഇല്ലാതാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് അങ്ങോട്ട് ചെയ്തിട്ട് നമുക്കൊന്നും നേടാനില്ല. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് സന്തോഷം തരുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കണം. അത് മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റ് ആലോചിച്ച് ചെയ്യാതിരിക്കുന്നത് വളരെ മോശമാണ്. കാരണം ഞാൻ വേറൊരു കാര്യം കൂടെ ഒരു കോട്ട് വായിച്ചിരുന്നു, നമ്മൾ മറ്റുള്ളവർ എന്ത് നമ്മളെക്കുറിച്ച് ചിന്തിക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നാൽ മറ്റുള്ളവരെന്താ ചിന്തിക്കുക, അവർക്കും ചിന്തിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ നമ്മൾ? ആ ചിന്തയും കൂടെ നമ്മൾ ചെയ്താൽ പോരല്ലോ. വേറൊരു കാര്യം, ഈ 30-40 കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവും. കാരണം ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട് ചിന്തിക്കാൻ. ഓക്കെ, നമുക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അതേ ഇമ്പോർട്ടൻസ് എല്ലാവരും നമുക്ക് തരണമെന്നില്ല. അപ്പോൾ എല്ലാവരും നമ്മളെക്കുറിച്ച് സംസാരിക്കും, നമ്മളെക്കുറിച്ച് പറയാനും, നമ്മൾ ഒരുപാട് വലിയ സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ. അപ്പോൾ ചിലവർ കുറച്ച് എന്തെങ്കിലും പറയുമായിരിക്കും, അത് പോട്ടെ, സാരില്ല. ഓക്കെ, അവർ കുറച്ച് അഥവാ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ തന്നെ അങ്ങനെ ഒരു സ്റ്റോറി നമ്മൾ മനസ്സിൽ പറഞ്ഞാൽ മതി. ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആളാണല്ലേ, എന്നെക്കുറിച്ചൊക്കെ അവിടെ സംസാരം നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ആലോചിക്കാനും ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ആംഗിളിൽ നിങ്ങൾ ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് നടത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ഓരോ കാര്യത്തിനും എന്ത് അർത്ഥമാണ്, എന്ത് പെർസ്പെക്റ്റീവാണ്, എന്ത് സ്റ്റോറിയാണ് കൊടുക്കുന്നത്, അതനുസരിച്ചിരിക്കും നമ്മുടെ മനസ്സമാധാനം, സന്തോഷവും. അപ്പോൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുക. മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, മറ്റുള്ളവർക്ക് വില കൊടുക്കാതിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അല്ല, കുടുംബത്തിൽ മുതിർന്നവർ അല്ലെങ്കിൽ എക്സ്പേർട്ട് അവരെന്തെങ്കിലും കാര്യമായിട്ടൊരു സജഷൻ തരുകയാണെങ്കിൽ അത് നമ്മൾ കേൾക്കുക തന്നെ വേണം. ഓക്കെ, പക്ഷേ ഒരു കാര്യമില്ലാതെ വെറുതെ ഇങ്ങനെ സജഷൻസ് തരാൻ ചിലവരുണ്ടാവും അല്ലേ, നമുക്ക് ചുറ്റും എല്ലാവർക്കും അങ്ങനെയുണ്ട്. അവരുടെ കാര്യത്തിൽ നമ്മൾ ഒരുപാടൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്താണ് ശരി,
എന്ന് തോന്നുന്നത് ഗോ ഹെഡ്. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൽ 2 പേര് എപ്പോഴും കുശുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വിചാരിക്കുക. എനിക്ക് അങ്ങനത്തെ ഫ്രണ്ട്സ് ഇല്ല, പക്ഷേ ഞാനൊരു എക്സാമ്പിൾ തരികയാണ്. ഓക്കെ, ഞാനില്ലാത്ത സമയത്ത് വേറെ ഫ്രണ്ട്സിന് എന്നെക്കുറിച്ച് പറയുകയാണ്. ഓക്കെ, അവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റാർ ആവാൻ നോക്കുകയാണോ, ബ്ലാ ബ്ലാ ബ്ലാ. അപ്പം ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്, ഒരു നല്ല സുഹൃത്ത് അങ്ങനെ ഒരിക്കലും നമ്മളെക്കുറിച്ച് പറയില്ല, അല്ലേ? ഒരു ആത്മാർത്ഥ സുഹൃത്ത് നമ്മളെക്കുറിച്ച് പറയില്ല. എന്തെങ്കിലും വ്യത്യാസം, ഒപ്പീനിയൻ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് നമ്മളോട് നേരിട്ട് പറയുകയാണ് ചെയ്യുക. അല്ലാതെ നമ്മുടെ പിന്നിലായിട്ട് സംസാരിക്കുന്നവരെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമ്മളില്ലാത്ത സമയത്ത് നമ്മളെക്കുറിച്ച് പറയുന്നവർ ഓരോരുത്തരെ കുറിച്ചിട്ടും, ഓക്കെ, നമ്മളോട് മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നവർ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോടും കുറ്റം പറയുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ അധികം അടുപ്പിക്കാതിരിക്കുകയാണ് ബുദ്ധി. ഓക്കെ, നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അവർ പറയുന്നത് അങ്ങനെ വിശ്വസിക്കാതെ അവർ എന്തെങ്കിലും മറ്റുള്ളവരെ പറ്റി ഗോസിപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എൻകറേജ്മെൻറ്റ് കൊടുക്കാതെ. പണ്ടൊക്കെ ഞാൻ അതെയോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലാവുന്നു. അങ്ങനെ ആരെങ്കിലും കുടുംബത്തിലായാലും ഫ്രണ്ട് സർക്കിളിലായാലും ആരെങ്കിലും വേറൊരു വ്യക്തിയെക്കുറിച്ചിട്ട് ഗോസിപ്പ് തുടങ്ങുകയാണെങ്കിൽ ഞാൻ മെല്ലെ അവിടെ നിന്ന് സ്ഥലം വിടും. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ അത് ചെയ്യും. അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല, നമ്മളങ്ങനെ പറയണത് മോശമില്ലെന്ന്. അങ്ങനെ മനസ്സിലാകാത്തവർക്ക് ചിലവരുടെ സ്വഭാവമാണ് അല്ലേ ഇങ്ങനെ കുശുമ്പ് പറയൽ. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ മെല്ലെ ആ ഡിസ്കഷൻ്റെ പാർട്ടാവാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ മെല്ലെ അവിടുന്ന് മാറും. അത് നമുക്ക് വളരെയധികം സന്തോഷം സമാധാനം തരുന്ന കാര്യമാണ്. കാരണം മറ്റുള്ളവരെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മുടെ എനർജി ലെവൽസ് എന്താ പറയുക, നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ നെഗറ്റീവ് സർക്കിളിൽ നിന്ന് നമ്മുടെ എത്രയും വേഗം മാറണം. ഇത് കാരണം ഞാനൊരു ഡിസ്ക്ലെയിമർ പറയാം, ഇത് ചെയ്ത് കാരണം എനിക്ക് കുറേ സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് സന്തോഷമാണ്, കാരണം അവർ യഥാർത്ഥ സുഹൃത്തുക്കളല്ല എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി. ഓക്കെ, കാരണം എനിക്കൊരു സജഷൻ തരാനുള്ളത്, 2-3 ഉറ്റ സുഹൃത്തുക്കൾ, ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ടായാൽ തന്നെ നിങ്ങൾ ബ്ലെസ്ഡാണ് ഇന്നത്തെ കാലത്ത്. ഓക്കെ, അപ്പോൾ അവരെ പിടിക്കുക. അവർക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവർ ചെയ്യും എന്നുള്ള ആ ഉറച്ച വിശ്വാസം ഉണ്ടല്ലോ, അങ്ങനത്തെ ബന്ധങ്ങൾ ഭയങ്കര കെട്ടുറപ്പുള്ളതാണ്. അവർ ഏത് സമയത്തും ഓക്കെ നമ്മുടെ കൂടെ നിൽക്കും. ഒരു കട്ട സപ്പോർട്ടായിട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നിൽക്കുന്നവരാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഒരു 100 ഫ്രണ്ട്സ് ഉണ്ട്, 100 പരിചയക്കാരുണ്ട്, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ആപത്ത് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഏതാണ് ബെറ്റർ? അറ്റ്ലീസ്റ്റ് ഒരു 3 പേര് അല്ലെങ്കിൽ 4 പേര് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. നമുക്ക് എന്ത് വേണമെങ്കിലും അവരോട് തുറന്ന് ഷെയർ ചെയ്യാം, നമ്മളെ ജഡ്ജ് ചെയ്യില്ല, നമ്മളെ ഇത് ചെയ്യുമോ അങ്ങനെ ചെയ്യുമോ ഇത് തെറ്റാണ്. ചില സമയത്ത് അങ്ങനത്തെ ഡിസ്കഷൻസ് ഉണ്ടാവും. പക്ഷേ എന്തായാലും നമ്മളെ ജഡ്ജ് ചെയ്യാത്ത കുറച്ച് നല്ല പേര് നമ്മുടെ കൂടെ നിർത്തുക. ബാക്കിയുള്ളവരുടെ ഹൈ ബൈ റിലേഷൻ മതി. അതും നമ്മുടെ മനസ്സമാധാനത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് ചെയ്യാം? ഇതൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് കോൺഫിഡൻസ് വേണം. അതായത് ചിലവർക്ക് ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ എക്സാമ്പിളിൽ, നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നതായിരിക്കും. കുറേ പേര് നമ്മളെക്കുറിച്ച് പറയുന്നു, നമുക്കതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ വരുന്ന സ്ഥിതിയിൽ നമുക്ക് വളരെയധികം ആത്മവിശ്വാസം വേണ്ട സാഹചര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഒന്ന് അറിയിക്കാനും കൂടിയുണ്ട്. ഹീൽ ആൻഡ് ഗ്രോ എന്നുള്ള ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ കോൺഫിഡൻസ് വർക്ക്ഷോപ്പ് നടത്തുന്നതായിരിക്കും. അതൊരു 14 ദിവസത്തെ വർക്ക്ഷോപ്പാണ്. വളരെ ഇൻട്രാക്റ്റീവും വളരെ ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്നൊരു വർക്ക്ഷോപ്പാണ്. സമയം ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് അറിയിക്കാം. നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാം. ഓക്കെ, ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞാൻ എന്നെ പേഴ്സണലി എടുക്കുന്ന വർക്ക്ഷോപ്പായിരിക്കും. ലൈവ് വർക്ക്ഷോപ്പാണ്. 14 ദിവസത്തെ 1 മണിക്കൂറായിരിക്കും. വളരെ റിസൾട്ട് ഓറിയൻറ്റഡ് വർക്ക്ഷോപ്പാണിത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഭയഭീതികളോ അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ മാറ്റി കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി ഓരോ ഡെസിഷൻ എടുക്കാനും ആത്മവിശ്വാസത്തോടു കൂടി ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനും നല്ല ഒരു വർക്ക്ഷോപ്പായിരിക്കും. അപ്പോൾ അതിൽ പങ്കുകൊള്ളാൻ ആഗ്രഹിക്കുന്നവർ പ്ലീസ് കോൺടാക്റ്റ് നമ്പറിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് എന്നെ ഈ ജേർണിയിൽ സപ്പോർട്ട് ചെയ്തവരും പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവരും. അപ്പോൾ ഇതുപോലെ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ അതിൽ കമൻറ്റ് ചെയ്യുക. പ്ലീസ് ഷെയർ. ഇനി നല്ല നല്ല
ടോപ്പിക്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ആൾക്കാരായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം, ഈ പറഞ്ഞ പോലെ നമ്മൾ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റിൽ നമുക്ക് പേടിയാണെങ്കിൽ അവരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ്, മെഡിറ്റേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാൻ ഇനിയും നിങ്ങളോട് പല കാര്യങ്ങളും ഷെയർ ചെയ്യും. അപ്പോൾ ഈ ഒരു നല്ലൊരു കൂട്ടായ്മയുടെ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.